തൃശൂർ കുന്നംകുളത്ത് കൊലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹത്തോട് കടുത്ത അനാദരവ്. കൊലപാതകം നടന്ന വീട്ടിനുള്ളിൽ നിന്ന് മൃതദേഹം ഇതുവരെയും മാറ്റിയില്ല. കഴുത്തറത്ത നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 14 മണിക്കൂറായി. വീട്ടമ്മയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് കണ്ടെത്തി. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, എന്താണ് പോലീസ് അവിടെ എത്തിയില്ലേ? സ്വാഭാവികമായി 14 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് ഒക്കെ നടക്കേണ്ടതാണല്ലോ. തീർച്ചയായും ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ കൊലപാതകം നടന്നത്. ഏകദേശം 9:30 തന്നെ ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം ഈ വീടിനകത്ത് തന്നെയാണ് ഈ വീട്ടമ്മയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഇന്നലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാഹചര്യമുണ്ട് എന്നാണ് അറിഞ്ഞത്. പക്ഷേ നടത്തിയില്ല. ഇന്ന് രാവിലെ 10 മണി വരേക്കും 10:15 വരേക്കും അവിടെ ഫോറൻസിക് സംഘം പോലും എത്തിയിരുന്നില്ല. 10:20 ഫോറൻസിക് സംഘം അവിടേക്ക് എത്തിയത്. ഫോറൻസിക് സംഘം എത്തി ഇനിയിപ്പോൾ 2 മണിക്കൂർ എടുക്കും ഏകദേശം അവരുടെ ഒരു വിരലടയാളം ശേഖരിക്കലും അതുപോലെ തന്നെ മറ്റ് തെളിവുകൾ ശേഖരിക്കലും എല്ലാം കൂടി സമയമെടുക്കുക. അതിനുശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാലേ ആ വീടിനകത്ത് നിന്നും ആ മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതായത് രാവിലെ കൃത്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഈ നല്ല വെളിച്ചമുള്ള സമയത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ രാവിലെ 8 മണിക്കോ 9 മണിക്കോ വന്നാൽ പോലും നല്ല വെളിച്ചമുള്ള സമയമാണ്. അല്ലെങ്കിൽ പകൽ സമയത്ത് തന്നെ ഈ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. രാത്രി ഒരുപക്ഷെ ഇതിന് പരിമിതികളുണ്ടാകും, തെളിവുകളൊക്കെ ശേഖരിക്കുന്നതിന് പരിമിതികളുണ്ടാകും. പക്ഷേ ഈ ഒരു 10:30 വരേക്കും ആ മൃതദേഹത്തോട് കടുത്ത അനാദരവാണ് കാണിച്ചിരിക്കുന്നത്. കാരണം കഴുത്തറത്ത നിലയിലാണ് ആ മൃതദേഹം കിടക്കുന്നത്. ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. നമ്മൾ ഡോക്ടർമാരുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഈ മൃതദേഹം ഈ മറ്റേതെങ്കിലും രീതിക്കുള്ള അതിൻ്റെ ഒരു അഴുകാനൊക്കെയുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകാൻ ഇടയുണ്ട്, ഇത്രയും രക്തം വാർന്നു പോയതിനാൽ എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കടുത്ത അനാദരവ് തന്നെയാണ്. ഇപ്പോൾ ഫോറൻസിക് സംഘം അവിടെ എത്തിയിട്ടുണ്ട്, തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ പ്രതിയെക്കുറിച്ച്. പ്രതി ഈ വീട്ടമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതായത് ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് പ്രതി മദ്യപിച്ചിരുന്നു. വളരെ ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്തണമെന്നൊരു നേരത്തെ കൂട്ടിയുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ് പ്രതി അവിടെ ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി ആ പരിസരത്തേക്ക് എത്തിയത്. 7 മണിക്ക് ഈ വീടിൻ്റെ പരിസരത്തെത്തി. അതിനുശേഷം ഭർത്താവ് പുറത്തു പോകുന്ന സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ കവർന്നത്. 12 പവനോളം സ്വർണം, ഈ സിന്ധുവിൻ്റെതായ സ്വർണം, മാലയും വളയും ഉൾപ്പെടെയുള്ളവ അവിടെ നിന്നും ഇയാൾ കവർന്നെടുത്താണ് പിന്നീട് പോകും വഴിക്കാണ് ചീരക്കുഴി ഭാഗത്ത് വെച്ച് ഈ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നത്. എന്തായാലും ഈ പോലീസ് മറ്റു നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ശേഷവും ഏകദേശം 15 മണിക്കൂറിന് ശേഷം ഇതുവരേക്കും ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ കഴുത്തറുത്ത നിലയിൽ കൊല്ലപ്പെട്ട യുവതിയാണ്. ഇതുവരെ മൃതദേഹം മാറ്റിയിട്ടില്ല. പോലീസ് അവിടെ ഈ കാര്യത്തിൽ 14 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ രീതിയിലുള്ള ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫോറൻസിക് പരിശോധനാ സംഘം രാവിലെ സ്വാഭാവികമായും അവർക്ക് 10 മണിക്കാണ് ഡ്യൂട്ടി, 10:20 എത്തുന്നു എന്നുള്ളതൊക്കെയാണ് ഒരു രീതി.